ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് നേരിട്ട് തന്നെ കടക്കാം. ഒരിക്കൽ വനവാസക്കാലത്ത് പാണ്ഡവരോട് യക്ഷൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. യുധിഷ്ഠിരനൊഴികെ ഭീമനോ അർജുനനോ നകുലനോ സഹദേവനോ അതിന് ശരിയായ ഉത്തരം നൽകാനായില്ല. എന്നാൽ യുധിഷ്ഠിരൻ അതിന് ശരിയായ ഉത്തരം നൽകുകയും ചെയ്തു. ചോദ്യം ഇപ്രകാരമായിരുന്നു: ഈ ലോകത്തിലെ ഏറ്റവും അതിശയം നിറഞ്ഞ കാര്യം എന്താണ്? യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, അതായത് നാം എല്ലാവരും ദിവസേന ഒട്ടനവധി ആൾക്കാർ മരിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും നമുക്ക് മരണം ഉണ്ടാകില്ല എന്ന് നാം വിചാരിക്കുന്നു. അതുതന്നെയല്ലേ ഏറ്റവും അതിശയം നിറഞ്ഞ കാര്യം? അതിലപ്പുറം വിസ്മയം നിറഞ്ഞ എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ? അതുപോലെ നാം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഒരാൾ മരിക്കുമ്പോൾ തന്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച സ്വത്തോ മുതലോ ഒന്നും തന്നെ അയാളുടെ കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന്. എങ്കിലും നാം എല്ലാവരും കൂടുതൽ കൂടുതൽ പണവും സ്വത്തും ശേഖരിക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നു. തന്റെ മുൻപിൽ ദിനം പ്രതി ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുമ്പോഴും താൻ ഈ ഭൂമിയിൽ സ്ഥിരമായി തനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് മനുഷ്യർ വിചാരിക്കുന്നു. അതിനുവേണ്ടി അയാൾ ചില സമയത്ത് കൂടുതൽ പാപപ്രവൃത്തികൾ പോലും ഏർപ്പെടാനായിട്ട് മടി കാണിക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഏറെ പേരും വിഡ്ഢികൾ തന്നെ. അതല്ലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ അയാൾ എപ്രകാരമായിരിക്കും ചിന്തിക്കുന്നത്? അതായത് എല്ലാവരും മരിക്കുന്നത് പോലെ താനും ഒരിക്കൽ മരിക്കുമെന്നും തന്നെയും മരണം ഒരു ദിവസം തേടി വരുമെന്നും അയാൾ ചിന്തിക്കും. കഠിനാധ്വാനം മൂലം കൂട്ടി വെക്കുന്ന സമ്പാദ്യം മുഴുവൻ, ആ സമ്പാദ്യത്തിന്റെ ഒരു ശതമാനം പോലും നമ്മൾ മരിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അനാവശ്യമായ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടിയിട്ട് എന്തിനു നാം കഠിനാധ്വാനം ചെയ്യണമെന്ന് ആ ബുദ്ധിമാൻ ചിന്തിക്കും. എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം? എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്ത് കുറെ സമ്പാദ്യം നേടുക, എന്നിട്ട് ഒരു ദിവസം എല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടം വിട്ടു പോകുക. അതാണോ ശരിയായ ജീവിതത്തിന്റെ ലക്ഷ്യം? ജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യം എന്നാൽ ജനന മരണ ചക്രങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. നാം ഫേസ് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ 4 പ്രശ്നങ്ങളാണ് ജന്മ, മൃത്യു, ജരാവ്യാധി. അതായത് ജനനം, മരണം, ജര മീൻസ് വാർദ്ധക്യം, രോഗം. ഈ 4 പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നാം നമ്മുടെ യഥാർത്ഥമായ ആത്മീയ സ്വഭാവം മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ആത്മാവിന്റെ ദേഹാന്തര പ്രാപ്തിയെ പറ്റി ശരിയായ ഒരു അറിവ് നൽകുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ പ്രായോഗികമായി ഒരാൾ മരണശേഷം പുനർജനിക്കുമെന്ന് ആ അറിവ് നമുക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഭഗവത്ഗീതയിൽ ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രീയമായ അറിവ് വളരെ കൃത്യമായിട്ട് നൽകുന്നുമുണ്ട്. അപ്പോൾ ബുദ്ധിമാനായ ഒരാൾ ഭഗവത്ഗീത വായിച്ചിട്ട് ആത്മാവിന്റെ ശരിയായ സ്വഭാവവും ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് എപ്രകാരം മുക്തി നേടാമെന്നും മനസ്സിലാക്കണം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ലീലയുടെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കുന്ന ഒരാൾ ഈ ഭൗതിക ലോകത്തേക്ക് മരണശേഷം തിരിച്ച് വരുന്നില്ല എന്ന്. അങ്ങനെയുള്ള ആൾക്ക് ശാശ്വതമായ ആനന്ദം ഭഗവത് ധാമത്തിൽ പോയി അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ഭഗവത്ഗീത പോലെയുള്ള വൈദിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് നമ്മുടെ ആത്മീയ സ്വഭാവം മനസ്സിലാക്കുകയും അതുവഴി ഭഗവാനുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധം, നാം മറന്നുപോയ ആ ബന്ധം നാം പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. ഒരിക്കൽ നാം നമ്മുടെ മറന്നുപോയ ഭഗവാനുമായുള്ള ആ ബന്ധം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ മരണത്തെ പറ്റിയുള്ള ആശങ്കയ്ക്ക് യാതൊരു ആവശ്യവുമില്ല. എപ്രകാരം നമുക്ക് ആ നമ്മുടെ മറന്നുപോയ ഭഗവാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാം എന്നുള്ള ആ ഒരു വിഷയത്തെ പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.